ഇനി നിങ്ങൾ ഇന്ന് യോഗം കൂടി സമരം കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനം എടുക്കുന്നു. നമ്മൾ ഈ ചർച്ചയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ എൻ്റെ ചർച്ചയിൽ വരുന്ന ഈ സമരസമിതി നേതാക്കളോടൊക്കെ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഈ സമരത്തെ ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുക? നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു തരത്തിലും സർക്കാർ കേൾക്കില്ല എന്ന് വെക്കുമ്പോൾ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. ചർച്ചകൾ നടക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടന്നു, തൊഴിൽ മന്ത്രിയുമായി ചർച്ച നടന്നു. പക്ഷേ വഞ്ചി തിരുനക്കരെ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യത്തിൽ ഒരു 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 ക്രിയാത്മകമായ തീരുമാനം എടുക്കില്ല എന്നൊരു വാശി പോലെ നിൽക്കുമ്പോൾ ഞാൻ പിന്നെയും ചോദിക്കുന്നു ശ്രീമതി മിനി, എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഈ കേരളത്തിലെ 99% ആളുകളും പൊതുസമൂഹവും ഈ സമരത്തോടൊപ്പമാണ്. നികുതി കൊടുക്കുന്ന ജനങ്ങൾ പറയുന്നു, ഞങ്ങൾ നൽകിയ നികുതിയിൽ നിന്നും ഇവിടെ അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, തൊഴിലെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് കൂലി വർദ്ധിപ്പിച്ചു കൊടുക്കണം. 233 രൂപയിൽ നിന്ന് അവർക്ക് വർധന ഉണ്ടായേ പറ്റുള്ളൂ. അത് നികുതി കൊടുക്കുന്ന ആളുകൾ പ്രഖ്യാപിക്കുകയാണ്. ഇനി ആരാണ് പറയേണ്ടുന്നത്? ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് നികുതിയുടെ ഒരു കാവൽക്കാരൻ മാത്രമാണ്. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവരെ നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണ്. അവരത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആർക്കാണ് പിടിവാശി? പണിയെടുക്കുന്ന ആളുകൾ കൂലി ചോദിച്ചാൽ കൂലി കൊടുക്കാതിരുന്നിട്ട് മാടമ്പിത്തരം കാണിക്കുന്നതാണോ നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. അതുകൊണ്ട് ഇതൊരു പിടിവാശിയുടെ വിഷയമല്ല. ഇതിന് എത്ര ദിവസം പോകേണ്ടി വന്നാലും ഈ സ്ത്രീ തൊഴിലാളികൾ അവകാശങ്ങൾ നേടിക്കൊണ്ടേ പോകുള്ളൂ. ഇവിടെ രക്തരൂക്ഷിതമായ കലാപങ്ങൾ നടത്തിയാണ് സ്ത്രീകളെന്ന് പൊതുവേദിയിൽ വന്ന് സംസാരിക്കാനും വിദ്യാഭ്യാസം ചെയ്യാനും തൊഴിലെടുക്കാനും പറ്റിയ അവകാശങ്ങൾ നേടിയെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഒരു കൂലിക്കൂടുതലിന് വേണ്ടി സമരം ചെയ്യുന്നത് അതിനേക്കാൾ വലിയ സമരപ്രവർത്തനമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. മുൻപേ കടന്നുപോയ ആളുകൾ നിർവഹിച്ച ഇവിടെ ഈ തൊഴിലാളികളുടെ മൊത്ത കച്ചവടക്കാർ അല്ലെങ്കിൽ തൊഴിലാളികളുടെ മൊത്തം കുത്തക എന്ന് അവകാശപ്പെടുന്ന രണ്ട് ട്രേഡ് യൂണിയനാണല്ലോ CIT-യും INTUC-യും. INTUC-യും അവരുടെ രാഷ്ട്രീയ വ്യത്യാസമൊക്കെ മറന്ന് CIT-യുവിനൊപ്പം ഒരു ഘട്ടം വരെ പ്രത്യക്ഷമായി നിൽക്കുക. ഇപ്പോൾ ഒന്ന് പിന്നോട്ട് പോയിട്ട് അടിസ്ഥാനപരമായി നിങ്ങളുടെ സമരത്തിന് എതിരാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുമായ ചർച്ചയിൽ പോലും നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു INTUC എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീമതി മിനി, ഇത് ഏതെങ്കിലും തരത്തിൽ സമ്പന്നരായ കുറച്ച് സ്ത്രീകൾ നടത്തുന്ന സമരമല്ല. അന്നന്നത്തെ അന്നത്തിന് വീട് പട്ടിണിയിലായി പോവാതിരിക്കാൻ ആ ദിവസം കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന കൂലി കൊണ്ട് കുടുംബം പോറ്റുന്ന കുറച്ച് സ്ത്രീകളാണ് അവിടെ സമരത്തിൽ. അത് സർക്കാർ നന്നായി അറിയാം, നല്ലവണ്ണം അറിയാം. അപ്പോൾ കുറേ അധികം നാൾ നിങ്ങൾ അവിടെ കിടന്നതിന് ശേഷം എഴുന്നേറ്റ് പൊക്കോളും, വേറെ നിവൃത്തിയില്ലാതെ കുടുംബം പട്ടിണിയിലാകുമ്പോൾ എഴുന്നേറ്റ് പൊക്കോളും എന്ന ചിന്ത ഈ സർക്കാരിനുണ്ടോ ശ്രീമതി മിനി? തീർച്ചയായിട്ടും അത് തന്നെയാണ് അവരെ ഭരിക്കുന്നത്, അവരെ നിയന്ത്രിക്കുന്നത് അത് തന്നെയാണ്. കാരണം ഗതികെട്ട് ആളുകൾ എഴുന്നേറ്റ് പോകുമെന്ന് തന്നെയാണ്. പക്ഷേ ഒന്ന് ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത്, 18 വർഷം ഗതികെട്ടതിന് ശേഷമാണ് ഇവിടെ ഈ തെരുവിൽ വന്ന് സമരം ചെയ്യുന്നത്. അതിനേക്കാൾ വലിയൊരു ഗതികേട് ഈ സമരമുഖത്തിന് ഉണ്ടാകാനിടയില്ല. എന്ന് മാത്രമല്ല, 18 വർഷം കഷ്ടപ്പെട്ടതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലാണ് ഇരിക്കുന്നത്. എന്താണ് ആശമാർ പറയുന്നത്? ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, ഞങ്ങൾക്ക് വിശ്രമം എന്താണെന്ന് അറിയുന്നുണ്ട്. ഈ 18 വർഷക്കാലം ഇല്ലായിരുന്നു. ഇത് പൊതുസമൂഹം പിന്തുണയ്ക്കുകയാണ്, സഹായിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമരത്തിൻ്റെ ന്യായയുക്തത നിങ്ങൾ ഓർക്കണം. 63 ദിവസം തെരുവിൽ സമരം ചെയ്തിട്ട് ഊർജ്ജമൊട്ടും ചോരാതെ നിൽക്കുന്നു. ഇവിടെ നമ്മൾ ധാരാളം സമരങ്ങൾ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിമാരെ താഴെ ഇറക്കാൻ വേണ്ടി നടന്ന സമരം 4-ാം ദിവസം കക്കൂസിലെന്ന് പറഞ്ഞ് പോയ ആളുകളാണ് ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ സ്ത്രീകൾ വന്ന് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ ഇടമില്ലാത്തൊരു സ്ഥലത്ത് വന്നിട്ട് ഈ 63 ദിവസം അതിജീവന സമരം നടത്തുകയാണ്. ഇതൊരു അതിജീവന സമരം. ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു അതിജീവന സമരം തന്നെയാണ്. പണിയെടുക്കുന്ന ആളുകൾ പണിക്ക് വേണ്ടിയിട്ട് കൂലി ചോദിച്ചുകൊണ്ട്, അവർ തൊഴിൽ ചോദിച്ചുകൊണ്ട്, ഇപ്പോൾ CPO റാങ്ക് ലിസ്റ്റിലുള്ള പെൺകുട്ടികളടക്കം അവരുടെ ന്യായമായ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ട് വരുമ്പോൾ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. ആരാണ്? ഒരു ജനാധിപത്യ രാജ്യമെന്ന് പറയുന്ന അടുത്ത് നമ്മളിത് കാണുകയാണ്. ഇത് ജനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോ നിങ്ങൾ ഇന്നലെ ചർച്ച നടത്തിയ തൊഴിൽ മന്ത്രി നിങ്ങളോട് അനുഭാവപൂർവ്വം പെരുമാറി എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ചുമ്മാ കേട്ടോ. ഇപ്പോ വി ശിവൻകുട്ടിയുടെ പ്രതികരണം വരുന്നുണ്ട്. ഒരു വിഭാഗം ആശാപ്രവർത്തകരുടെ, ആശാ തൊഴിലാളികളുടെ സമരം രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്ന് വി ശിവൻകുട്ടി പറയുകയാണ്. സാംസ്കാരികമായ ഒരു കാര്യം മനസ്സിലാക്കണം. ഏതാണ് ഇന്നലത്തെ ആ പൗരസദസ്സിനോടുള്ള പ്രതികരണമാണ് കേട്ടോ. സച്ചിദാനന്ദ അടക്കമുള്ളവർ പങ്കെടുത്ത പൗരസദസ് പ്രതികരണമാണ്. ആരംഭത്തിൽ ലഭിച്ച ഇൻസെന്റീവ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന സമരം ചെറിയൊരു വിഭാഗം ആശമാരുടേതാണ്. 26,125 ആശമാരിൽ 99% ഫീൽഡിൽ സേവനത്തിലാണ്. അപ്പോൾ ഈ പഴയ രീതിയിൽ ഇടതുവിരുദ്ധ സമീപനമാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അവരുടെ ശതമാനം എത്രയാണ്? പോട്ടെ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM രാജ്യത്തുടനീളം കിട്ടിയ വോട്ടിന്റെ ശതമാനം എടുത്താൽ
രാജ്യത്തെ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ആ പാർട്ടിക്ക് മിണ്ടാൻ അവകാശമുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധ വർത്താനം തൊഴിൽ മന്ത്രി ആവർത്തിക്കുന്നു. ഞാൻ എത്താം ശ്രീമതി മിനി.